ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോസ്റ്റ് മൗര്യൻ പീരീഡിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രധാനമായും ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ് ഇൻ ഒറീസ ആൻഡ് ഡെക്കാൻ. ഓക്കെ, അതായത് നമ്മൾക്കറിയാം മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം വളരെ വ്യക്തമായ രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ ഒരു സാമ്രാജ്യം നല്ല എഫിഷ്യൻറ്റ് റൂളേഴ്സ് ഉള്ള ഒരു ഭരണം കാഴ്ചവെച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. ആ മൗര്യൻ പീരീഡിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തു, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് റീജിയണൽ കിങ്ഡംസ് എമേർജ് ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള റീജിയണൽ കിങ്ഡംസ് അതിൻ്റെ ഒരു ആവിർഭാവം എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായും ഓർമ്മിക്കേണ്ടത് അത് മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു അധപ്പതനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിക്ലൈനിന് ശേഷമാണ് ഇത്തരത്തിലുള്ള റീജിയണൽ കിങ്ഡംസ് ഒക്കെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ എമേർജ് ചെയ്തു വന്നത്. അത്തരത്തിൽ ആ കാലഘട്ടത്തിൽ പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഒറീസയിലും അതോടൊപ്പം തന്നെ ഡെക്കാനിലും ചില കിങ്ഡംസ് എമേർജ് ചെയ്തു വന്നു, അഥവാ അത് ആവിർഭവിച്ചു എന്നുള്ളതാണ്. അപ്പം മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനശേഷമാണ് ഇത്തരത്തിലുള്ള റീജിയണൽ കിങ്ഡംസ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എമേർജ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, നമുക്കറിയാം ഡെക്കാൻ ആയാലും ഈസ്റ്റേൺ ഇന്ത്യ ആയാലും അതൊക്കെ എന്ന് പറയുന്നത് അശോകൻ എംപയറിൻ്റെ, അതായത് മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും വളരെ പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ, അതായത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ ഈസ്റ്റേൺ ഇന്ത്യയും അതോടൊപ്പം തന്നെ ഈ ഡെക്കാൻ എന്ന് പറയുന്നതും. അപ്പം ആ ഒരു നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അശോക ചക്രവർത്തിയുമായിട്ട് പറയുമ്പം നമ്മൾ കലിംഗ യുദ്ധം നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല. കലിംഗ എന്ന ഒരു പ്രദേശത്ത് അവിടെ അശോക ചക്രവർത്തി നടത്തിയിട്ടുള്ള യുദ്ധം അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ, ഒരു പൊളിറ്റിക്കൽ കരിയറിൽ അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു ഫുൾ ആസ്പെക്ട്സ് ഓഫ് ഹിസ് ലൈഫ് എന്നുള്ള രീതിയിൽ വളരെ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു കലിംഗ യുദ്ധം എന്ന് പറയുന്നത്. കലിംഗ എന്ന പ്രദേശം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അശോക ചക്രവർത്തിയെ സംബന്ധിച്ച്, അത് ഒക്യുപ്പൈ ചെയ്യുക എന്നുള്ളത്. അപ്പം ആ പ്രദേശത്ത് അദ്ദേഹം യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷെ ആ യുദ്ധത്തിൽ ഒട്ടനവധി ആളുകൾ മരിക്കുകയും ഒരുപാട് ആളുകൾക്ക് അംഗഭംഗമൊക്കെ സംഭവിച്ചു, ഒരുപാട് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കറിയാം യുദ്ധം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിലും യുദ്ധം വരുത്തി വെക്കുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പെർട്ടിക്കുലർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മാത്രമല്ല. യുദ്ധം ഒരിക്കലും നമ്മൾക്ക് ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്നതാണ് യുദ്ധം എന്ന് പറയുന്നത്. അത് ഏൻഷ്യൻ്റ് പീരീഡ് ആയാലും മോഡേൺ പീരീഡ് ആയാലും എല്ലാ കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം എന്ന് പറയുന്നത് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും, ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നു, വീടുകൾ നഷ്ടപ്പെടുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് യുദ്ധം സമ്മാനിക്കുക. അപ്പോൾ കലിംഗ യുദ്ധം എന്ന് പറയുന്നത് അശോക ചക്രവർത്തിയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വളരെയധികം ഒരു നിർണായകമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു കലിംഗ യുദ്ധം എന്ന് പറയുന്നത്. ആ കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചറിയുകയാണ്, അദ്ദേഹത്തിനൊരു റിയലൈസേഷൻ വരികയാണ്. അതായത് ഈ യുദ്ധത്തിൻ്റെ പേരിൽ ഒട്ടനവധി ആളുകൾ മരിച്ചു, അതായത് ഒരുപാട് നാശനഷ്ടങ്ങൾ ജനങ്ങൾക്ക് സംഭവിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പ്രജകൾ തന്നെ ആവണമെന്നില്ല, മനുഷ്യരെന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നു. അതെല്ലാം വന്നു എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു റിയലൈസേഷൻ ലഭിച്ച അശോക ചക്രവർത്തി പിന്നീട് ഭേരി ഘോഷയിൽ നിന്നും ധർമ്മഘോഷയിലോട്ടുള്ളൊരു മാറ്റമായിരുന്നു ഈ കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി സ്വീകരിച്ചത്. അതായത് മുൻപ് അദ്ദേഹം യുദ്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഭരണാധികാരിയായിരുന്നെങ്കിൽ പിന്നീട് കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ധർമ്മഘോഷയിലോട്ട് പോയെന്നാണ്. അതായത് പീസ്, സമാധാനം, ധർമ്മത്തിന് പ്രാധാന്യം നൽകിയെന്നാണ്. ഓക്കെ, അപ്പോൾ കലിംഗ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്റ്റേറ്റ്, ഈ ഒരു റീജിയണൽ ഒരു കിങ്ഡം എന്നുള്ള രീതിയിൽ നമ്മൾ കലിംഗയെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മൗര്യൻ കാലഘട്ടത്തിലെ ഈ പറയുന്ന ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്നത് മൗര്യൻ പീരീഡിൻ്റെ അല്ലെങ്കിൽ മൗര്യൻ എംപയറിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന പ്രദേശമായിരുന്നു. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞ ഈ ഒരു യുദ്ധമായാലും ഇതെല്ലാം
അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഈ കലിംഗയും ഡെക്കാനും ഒക്കെ ഒരു റീജിയണൽ കിങ്ഡം എന്നൊരു സ്വന്തമായ ഒരു ഐഡന്റിറ്റിയോട് കൂടി വരുന്നത് ഏത് സമയത്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, അത് മൗര്യൻ കാലഘട്ടത്തിൻ്റെ പതനത്തിന് ശേഷമാണ് കലിംഗയും ഡെക്കാനുമെല്ലാം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇന്ത്യയും ഒക്കെ ഒരു റീജിയണൽ കിങ്ഡമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പെർട്ടിക്കുലറായിട്ട് കലിംഗയെക്കുറിച്ച് പറയാം. ഓക്കെ, ആ ഒരു അശോകന് ശേഷം കലിംഗ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ പ്രസന്റ് ഡേ ഒരു ഇന്നത്തെ ഒഡീസ അല്ലെങ്കിൽ ഒറീസ എന്ന സംസ്ഥാനമാണ്. ആ ഒരു പ്രദേശത്താണ് ഈ കലിംഗ എന്ന പ്രദേശം ഭൂമിശാസ്ത്രപരമായി അത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് ആ ഒരു അശോക ചക്രവർത്തിക്ക് ശേഷം ആ കലിംഗ എന്ന പ്രദേശത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു ചേടി ഡൈനാസ്റ്റി. ആ ചേടി ഡൈനാസ്റ്റിയിലുള്ള രാജാക്കന്മാരായിരുന്നു അശോക ചക്രവർത്തിക്ക് ശേഷം കലിംഗയുടെ മുകളിൽ ഒരു മേധാവിത്വം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ അത്തരത്തിൽ ആ ചേടി രാജവംശത്തിലുള്ള രാജാക്കന്മാരായിരുന്നു കലിംഗ എന്ന പ്രദേശം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് നിർഭാഗ്യവശാൽ നമ്മൾക്ക് വളരെ ചേടി രാജവംശത്തെക്കുറിച്ച് വലിയൊരു ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾക്ക് അവൈലബിൾ അല്ല. ഓക്കെ, നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ നമ്മൾക്ക് ആകെ ഈ ഒരു ചേടി ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളറായിട്ടുള്ള ഖരവേലനെ കുറിച്ച് മാത്രമാണ് നമ്മൾക്ക് ചരിത്രപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് അശോക ചക്രവർത്തിക്ക് ശേഷം കലിംഗയുടെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളറായിട്ട് അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ട് ഈ കലിംഗ എന്ന പ്രദേശം ഭരിച്ചിട്ടുണ്ടായിരുന്നത് ചേടി രാജാക്കന്മാരായിരുന്നു. എന്നാൽ ചരിത്രപരമായി അത്തരം രാജാക്കന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ചേടി ഡൈനാസ്റ്റിയെ കുറിച്ചോ വളരെ വലിയ രീതിയിലൊന്നുമുള്ള ഇൻഫർമേഷൻസ് തരുന്ന ഹിസ്റ്റോറിക്കൽ സോഴ്സുകൾ ലഭിച്ചിട്ടില്ല. പക്ഷെ അറിയാവുന്നത് ആ ചേടി ഡൈനാസ്റ്റിയിലെ ഉൾപ്പെട്ടിട്ടുള്ള ഖരവേലൻ രാജാവിനെ കുറിച്ച് മാത്രമായിരുന്നു നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു നമ്മൾക്ക് ചരിത്രപരമായിട്ട് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഖരവേലൻ എന്ന ചേടി രാജാവ്, ഓക്കെ, അദ്ദേഹം ഈ കലിംഗ എന്ന പ്രദേശം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അത് എവിടെ നിന്നാണ് ലഭിച്ചത്? അത് ഏതെങ്കിലും ഒരു ലിറ്റററി സോഴ്സ് ആയിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർക്കിയോളജിക്കൽ സോഴ്സ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഖരവേലനെ കുറിച്ച് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിഖിതത്തിൽ നിന്നാണ് ഈ ഖരവേലൻ, ചേടി രാജാവായിട്ടുള്ള ഖരവേലനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പം ഏത് ഇൻസ്ക്രിപ്ഷനാണ് ചേടി രാജാവായിട്ടുള്ള കലിംഗ ഭരിച്ചിട്ടുണ്ടായിരുന്ന ചേടി രാജാവായിട്ടുള്ള ഖരവേലനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നത് ഏത് ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതേണ്ട ഉത്തരമാണ് ഹദിഗുംബ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അതായത് ഹദിഗുംബ ശിലാശാസനത്തിൽ നിന്നാണ് ഈ ഒരു ചേടി രാജാവായിട്ടുള്ള ഖരവേലനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഹദിഗുംബ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതെവിടെയാണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒറീസയിലെ ഭുവനേശ്വറിലുള്ള ഉദയഗിരി ഹിൽസിന്. ഓക്കെ, അതായത് ആ ഉദയഗിരി ഹിൽസിലാണ് ഈ ഹദിഗുംബ ഇൻസ്ക്രിപ്ഷൻസ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഹദിഗുംബ ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളൊരു പേര് വരാൻ തന്നെ കാരണം ഈ ഇൻസ്ക്രിപ്ഷൻ്റെ ആ ഒരു സമീപ ഭാഗത്തായിട്ട് ഒരു എലിഫന്റിൻ്റെ ഒരു ഇമേജ് അവിടെ ചെയ്തിട്ടുണ്ട്, കാർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഹദിഗുംബ ഇൻസ്ക്രിപ്ഷൻ എന്നൊരു പേരും കൂടെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മളോട് അത് സംവദിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ എന്ന് പറയുന്നത് ചേടി രാജാവായിട്ടുള്ള ഖരവേലൻ എന്ന വ്യക്തി എന്ന റൂളർ ജൈനമതം ഫോളോ ചെയ്യുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ ജൈനമതം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ജൈനമതത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഖരവേലൻ എന്ന ചേടി രാജാവ് എന്നൊരു വിവരം നമ്മൾക്ക് ഈ ഹദിഗുംബ ഇൻസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം അയൽ പ്രദേശങ്ങളുമായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലൂടെ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ്.
ഇനി ഖരവേലൻ എന്ന രാജാവ്, അത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം പ്രോബബ്ലി പറയുന്നത് 1st സെഞ്ച്വറി BC ഖരവേലൻ എന്ന ചേടി രാജാവ് ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കലിംഗയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അതായത് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്സ് എന്നുള്ള ഒരു പാഠമാണ്. അപ്പം അതിൽ ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ അധപതനത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒറീസയിലുള്ള ഒരു കിങ്ഡം ആയിരുന്നു ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കലിംഗ എന്ന പ്രദേശത്തുള്ളതായിരുന്നു. ആ പ്രദേശത്തിലുള്ള ആ ഒരു കലിംഗ എന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രദേശം, അത് അത് ആരുടെ കൺട്രോളാണെന്ന് വെച്ചാൽ ചേടി രാജാവിൻ്റെ കൺട്രോളാണെന്ന് പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ഒരു റൂളറായിരുന്നു ഖരവേലൻ എന്ന് പറഞ്ഞു. ഇനി ഖരവേലനുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻസ്ക്രിപ്ഷനാണ് ഭുവനേശ്വറിലുള്ള ഉദയഗിരി ഹിൽസിനടുത്തുള്ള ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ പ്രകാരം ഖരവേലൻ എന്ന ചേടി രാജാവ് ഒരു ജൈനമത വിശ്വാസിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കലിംഗയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഈ ഒരു പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്സിന് ശേഷം എമേർജ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഈസ്റ്റേൺ ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ഡെക്കാനിലും എമേർജ് ചെയ്ത പ്രധാനപ്പെട്ട റീജിയണൽ കിങ്ഡംസ് ആണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു കലിംഗ എന്നുള്ളത്. എൻ്റെ രണ്ടാമത്തെ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് അത്തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു റീജിയണൽ കിങ്ഡം ആയിരുന്നു ശതവാഹനാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം ആളുകൾ. ഓക്കെ, സോ ആ ശതവാഹന എന്ന ആ ഒരു പെർട്ടിക്കുലർ ഒരു റൂളേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കിങ്ഡം, റീജിയണൽ കിങ്ഡം എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വളരെ പ്രധാനമായും ഡെക്കാൻ പ്രദേശത്ത് ഉയർന്നു വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയണൽ കിങ്ഡം ആയിരുന്നു ശതവാഹനാസ്. ഓക്കെ, അപ്പം നമ്മളത് പ്ലേസ് ചെയ്യേണ്ടത് ശതവാഹനാസ് എന്ന വിഭാഗം റൂളേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ റൂളിംഗ് ഫാമിലിനെ ആണെങ്കിലും അത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ഡെക്കാനിലാണ്. ഓക്കെ, ഡെക്കാൻ പ്രദേശത്ത് മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം എമേർജ് ചെയ്ത് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡെക്കാനിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയണൽ കിങ്ഡമാണ് ശതവാഹനാസ് എന്ന റൂളിംഗ് ഫാമിലി അല്ലെങ്കിൽ ഡൈനാസ്റ്റി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അവരെ സംബന്ധിച്ച് ശതവാഹനാസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഏകദേശം 1st സെഞ്ച്വറി BC മിഡിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സീനിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു ശതവാഹനാസ്. ഓക്കെ, ആ ഒരു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഒരു 1st സെഞ്ച്വറിയുടെ മിഡിലിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സീനിലോട്ട് വന്നിട്ടുള്ള രാജവംശമായിരുന്നു ശതവാഹനാസ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ശതവാഹനാസ്. ഓക്കെ, ഈ ശതവാഹന റൂളേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു ഗൗതമപുത്ര ശതകർണി. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒരു 1st സെഞ്ച്വറി AD ആ ഗൗതമപുത്ര ശതകർണിയാണ് ശതവാഹന റൂളേഴ്സിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളറായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം. അദ്ദേഹം ഗൗതമപുത്ര ശതകർണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, സോ അദ്ദേഹമാണ് വെസ്റ്റേൺ ഇന്ത്യയിലുള്ള ശാഖ റൂളറായിട്ടുള്ള നാഹപാണനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ രാജവംശത്തിൻ്റെ ഭൂപ്രകൃതി, അതായത് എവിടം വരെയുള്ള ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യില്ലേ, അതായത് സ്വാഭാവികമായിട്ടും റൂളേഴ്സ് മറ്റ് ആളുകളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട് തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കും, റൈറ്റ്? ഓക്കെ, അതുപോലെ വെസ്റ്റേൺ ഇന്ത്യയിലെ ശാഖ റൂളറായ നാഹപാണനെ പരാജയപ്പെടുത്തിയിട്ട് ശതവാഹനസിൻ്റെ ആ ഒരു ഡൊമീനിയൻസ് വളരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഭരണാധികാരിയായിരുന്നു, ശതവാഹന റൂളറായിരുന്നു ഗൗതമപുത്ര ശതകർണി. ഓക്കെ, അപ്പം ഈ ഗൗതമപുത്ര ശതകർണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു, ശതവാഹന റൂളറായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കണം. ഇനി അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുള്ള ശാഖ റൂളർ ആരായിരുന്നു ചോദിച്ചാൽ നാഹപാണനാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു ശതവാഹന ഡൈനാസ്റ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെറിട്ടറി എവിടം മുതൽ എവിടം വരെ ആയിരുന്നു എന്ന് വെച്ചാൽ അത് കൃഷ്ണ റിവറിൻ്റെ കൃഷ്ണ റിവർ മുതൽ, അതായത് സൗത്ത് കൃഷ്ണ റിവർ മുതൽ നോർത്തിൽ ഗോദാവരി വരെ, അതായത് നോർത്തൻ ഭാഗത്ത് ഗോദാവരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു രാജവംശമായിരുന്നു ശതവാഹനാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ സൗത്ത് കൃഷ്ണ റിവർ
ടു ഗോദാവരി. ഓക്കെ, അതായിരുന്നു ബേസിക്കലി, അത്രയും വിന്യസിച്ച് കിടക്കുന്നതായിരുന്നു ബേസിക്കലി ശതവാഹനാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവരുടെ ഈ ശതവാഹന റൂളേഴ്സിൻ്റെ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് മോഡേൺ പൈത്തൻ, ഔറംഗാബാദ്, ഇന്നത്തെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്തുള്ള പ്രതിസ്ഥാന എന്ന പ്രദേശമായിരുന്നു ബേസിക്കലി ഈ ശതവാഹന റൂളേഴ്സിൻ്റെ തലസ്ഥാനമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കണം. വളരെ ഫേമസ് ആയിട്ടുള്ള ശതവാഹന റൂളർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എഴുതണം നിങ്ങൾ ഗൗതമപുത്ര ശതകർണി. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അദ്ദേഹം ഡിഫീറ്റ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുള്ള ശാഖാ റൂളർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നാഹപാണനാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് ശതവാഹനാസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെക്കാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൂളിംഗ് ഡെനാസ്റ്റി ആയിരുന്നു ശതവാഹനാസ് എന്ന് പറയുന്നത്. ഇനി അവരൊരു ഏകദേശം അറൗണ്ട് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി തേർഡ് സെഞ്ചുറിയുടെ ഒരു ഫസ്റ്റ് ക്വാർട്ടർ ആയ സമയത്ത് ഈ ഒരു ശതവാഹന ഡൈനാസ്റ്റി അല്ലെങ്കിൽ ശതവാഹന കിങ്ഡം അതെന്താ ചെയ്തെന്ന് വെച്ചാൽ അത് നശിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇനി ശതവാഹനാസിന് ശേഷം അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ സക്സീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അവർക്ക് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു ഇക്ഷ്വാകു ഡൈനാസ്റ്റി. ഓക്കെ, സോ ഇക്ഷ്വാകു രാജവംശമായിരുന്നു ശതവാഹന രാജവംശത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റീജിയണൽ കിങ്ഡം. അപ്പം മനസ്സിലാക്കണം, 3ാം സെഞ്ചുറിയുടെ ഒരു ഫസ്റ്റ് ക്വാർട്ടർ ആയപ്പോഴേക്കും ഈ ശതവാഹന രാജവംശം നശിച്ചു. ഓക്കെ, അവർക്ക് ശേഷം അവരുടെ പതനത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് ഇക്ഷ്വാകു ഡൈനാസ്റ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശതവാഹനാസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശതവാഹനാസുമായി ബന്ധപ്പെട്ട് ആരാണ് പ്രധാനപ്പെട്ട റൂളർ എന്ന് നമ്മൾ പറഞ്ഞു, അത് ഗൗതമപുത്ര ശതകർണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇനി എന്താണ് ശതവാഹന പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ? അവരുടെ ഞാൻ പറഞ്ഞു വളരെ പ്രോമിനൻ്റ് അല്ലെങ്കിൽ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു രാജവംശമായിരുന്നു ഡെക്കാനിലെ ശതവാഹനാസ് എന്ന് പറയുന്നത്. ഓക്കെ, കൃഷ്ണ റിവർ മുതൽ ഗോദാവരി വരെയുള്ള വളരെ വിപുലമായിട്ടുള്ളൊരു രാജവംശമായിരുന്നു ഡെക്കാനിൽ ഈ ശതവാഹനാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഭരണം എങ്ങനെയായിരുന്നു, അവരുടെ ഒരു പോളിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ശതവാഹന പോളിറ്റിയും അഡ്മിനിസ്ട്രേഷനും എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ശതവാഹന രാജ്യം അത് പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, വേർതിരിച്ചിട്ടുണ്ടായിരുന്നത് ചില പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അഹാരാസ് ആൻഡ് ഓർ രാഷ്ട്രാസ്, അങ്ങനെ ഒരു സബ് ഡിവിഷൻ ആയിരുന്നു ശതവാഹന കിങ്ഡത്തിന് പൊതുവെ ഉണ്ടായിരുന്നത്. അതായത് ശതവാഹന ഭരിച്ചിരുന്ന ആ ഒരു പെർട്ടിക്കുലർ രാജ്യം എന്ന് പറയാം, ആ രാജ്യത്തിനെ വിവിധ സബ് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്താണ് ആ സബ് ഡിവിഷന്റെ പേര്? അതാണ് ബേസിക്കലി അഹാരാസ് അഥവാ രാഷ്ട്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിലൊരു സബ് ഡിവിഷൻ ആയിരുന്നു ശതവാഹനാസിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ അഹാരാസ് അഥവാ രാഷ്ട്ര എന്ന വാക്കിൻ്റെ ഒരു മോഡേൺ മീനിങ് എന്ന് പറയുന്നതാണ് ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വലിയൊരു രാജ്യത്തിനെ ചെറുതായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരാൾക്ക് നമുക്കറിയാം, ഇന്ന് നമ്മൾക്കിപ്പം നമ്മുടെ രാജ്യം തന്നെ എടുക്കുക, നമ്മൾക്ക് ഒരു രാജ്യമുണ്ട്, വിവിധ സംസ്ഥാനങ്ങളുണ്ട്. നമ്മൾക്കിപ്പോൾ കേരളത്തിന് നമുക്കറിയാം ഒരുപാട് ജില്ലകളുണ്ട്. പിന്നീട് ആ ജില്ലയിൽ തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇന്നിങ്ങനെയുള്ള ഭരണത്തെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. റൈറ്റ്, അതെന്തിനാണെന്ന് വെച്ചാൽ കുറേ കൂടെ ഭരണം എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരെയും ഒരു ഭരണാധികാരിക്ക് കാണാൻ സാധിക്കില്ല, എല്ലാവരെയും ഭരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭരണത്തിൻ്റെ വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡിവിഷൻ വരുന്നത്, ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ശതവാഹന കിങ്ഡം എന്ന് പറയുന്നത് ചില സബ് ഡിവിഷൻസ് അഥവാ ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ അഹാരാസ് അഥവാ രാഷ്ട്രാസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ശതവാഹന പോളിറ്റിയിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റവും ബേസിക്
ബേസിക് ആയിട്ടുള്ള ഭരണത്തിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമമായിരുന്നു. ഈവൻ നമ്മൾക്ക് മോഡേൺ കാലഘട്ടത്തിലായാലും വില്ലേജ് എന്നുള്ളതാണ് വളരെ, അല്ലെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലാണ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ ശതവാഹനാസിൽ ഗ്രാമ എന്ന് പറയുന്നത് അവരുടെ വളരെ ബേസിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിരുന്നു. ഇനി ആ ഒരു ഗ്രാമപഞ്ചായത്തിന് നമുക്ക് ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, റൈറ്റ്? അതുപോലെ ഈ ശതവാഹന രാജ്യത്തിൽ പ്രധാനമായും ഈ ഗ്രാമത്തിൻ്റെ ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരായിരുന്നു ഗ്രാമിക എന്നുള്ളത്. അപ്പം ഗ്രാമിക എന്ന പെർട്ടിക്കുലർ പേഴ്സൺ ആണ് ഈ ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്. ഓക്കെ. ആ ഒരു ഗ്രാമത്തിൻ്റെ ഇൻചാർജിനെയാണ് നമ്മൾ പൊതുവെ ഗ്രാമിക എന്ന് പറയുക. ഓക്കെ. ഇനി മറ്റ് പല ഓഫീസസും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും അമാത്യാസ് എന്ന് പറയുന്നത് രാജാവിന് ഉപദേശങ്ങൾ നൽകുന്ന മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ. അപ്പം അമാത്യാസ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള ലെവൽ ഏതായിരുന്നു? ഗ്രാമ എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ റവന്യൂ എന്ന് പറയുന്നത് ഒരു ഭരണത്തിന് വളരെ അടിസ്ഥാനപരമായിട്ട് ലഭിക്കേണ്ടതാണ്. കൃത്യമായ രീതിയിൽ റവന്യൂ ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരു ഭരണം വ്യക്തമായ രീതിയിൽ അല്ലെ നല്ല രീതിയിൽ പോകില്ല. ഓക്കെ. അവിടെ വളരെ കൃത്യമായിട്ട് അവർക്ക് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള റവന്യൂ ലഭിക്കണം, റൈറ്റ്? അപ്പം ഈ ശതവാഹന കാലഘട്ടത്തിൽ ആ ഒരു രാജ്യത്തിൽ വളരെ കൃത്യമായിട്ട് റവന്യൂ രണ്ട് ഫോമിൽ, അതായത് ചിലപ്പം സാധനങ്ങളുടെ രീതിയിലും ലഭിക്കും, ചില സമയത്ത് പണമായിട്ടും റവന്യൂ ലഭിക്കുകയുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് ഇറ്റ് വാസ് കളക്റ്റഡ് ബോത്ത് ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ്. ഓക്കെ. വസ്തുക്കളായിട്ടും കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പണമായിട്ടും കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. സോ ഇനി ഈ ഒരു ശതവാഹന റൂളേഴ്സിന് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സവിശേഷതയായിരുന്നു വളരെ വലിയ തോതിൽ ഫ്രീ ആയിട്ട് ഈ ലാൻഡ് ഗ്രാൻഡ്സ് നടത്തുക. അതായത് ഭൂമി നൽകുന്ന ആ ഒരു ഭൂമിദാനം വളരെ കൃത്യമായിട്ട് ബുദ്ധിസ്റ്റുകൾക്കും ബ്രാഹ്മണാസിനും അവരുടെ ഒരു റിലീജിയസ് മെറിറ്റ് കൊണ്ട് ഒരുപാട് ഭൂമി ശതവാഹന റൂളേഴ്സ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ലാൻഡ് ഗ്രാൻഡ്സ് ഫ്രീ ആയിട്ട് കൊടുത്ത ഒരു റൂളേഴ്സ് ആയിരുന്നു ശതവാഹന റൂളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്തരത്തിൽ അവർ വളരെ കൃത്യമായിട്ട് ഒരുപാട് ബുദ്ധിസ്റ്റുകൾക്കും അതോടൊപ്പം തന്നെ ബ്രാഹ്മിൺസിനും എല്ലാം ഈ രീതിയിൽ ലാൻഡ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ശതവാഹന കിങ്സ് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റം, അതിനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ബ്രാഹ്മിൺസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇതിനെ അപ്ഹോൾഡ് ചെയ്യുന്നതായിരിക്കണം ബ്രാഹ്മണാസ് എന്ന വിഭാഗം എന്നുള്ളതായിരുന്നു ശതവാഹന റൂളേഴ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവർക്ക് അവരുടെ ഈ ബ്രാഹ്മിൺസിന് അവരുടെ റിലീജിയസ് പ്രിവിലേജ് കൊണ്ട് ഈ ശതവാഹന റൂളേഴ്സ് ഒരുപാട് ഭൂമി വെറുതെ ദാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷെ അവർ ഏതെങ്കിലും പൂജ കാര്യങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഒരു റെമ്യൂണറേഷൻ എന്ന രീതിയിലൊക്കെ ലാൻഡ് വൻ തോതിൽ സൗജന്യമായിട്ട് ഇത്തരത്തിലുള്ള ബ്രാഹ്മിൺസിനും ബുദ്ധിസ്റ്റിനും എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ശതവാഹനാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഓക്കെ. അപ്പോൾ ലാൻഡ് ഗ്രാൻഡ്സ് ഫ്രീ ആയിട്ട് നൽകിയ വളരെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു ശതവാഹനാസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആ ഒരു റൂളേഴ്സിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ഗൗതമപുത്ര ശതകർണി എന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇവരുടെ പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രാജ്യം ശതവാഹന എന്ന ആ ഒരു പെർട്ടിക്കുലർ കിങ്ഡം അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ സബ് ഡിവിഷനെയാണ് നമ്മൾ രാഷ്ട്രാസ് അല്ലെങ്കിൽ അഹാരാസ് എന്ന് പറയുന്നത്. അതാണ് ബേസിക്കലി ഡിസ്ട്രിക്ട്സ് എന്ന പേരിൽ പറയുന്നത്, റൈറ്റ്? ഓക്കെ. ഇനി ആ ഒരു ലോവസ്റ്റ് ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതാണ് ഗ്രാമം എന്ന് പറയുന്നത്. അപ്പം ഗ്രാമത്തിൻ്റെ ഇൻചാർജ് ആരായിരുന്നു? ഗ്രാമിക. ഓക്കെ. ഗ്രാമിക എന്ന വ്യക്തിയുടെ ചുമതല എന്തൊക്കെയാണ്? ഗ്രാമവുമായി ബന്ധപ്പെട്ട ഡേ ടു ഡേ അഫയേഴ്സ് എന്തൊക്കെയാണ്? അവിടുത്തെ ഭരണങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഡീൽ ചെയ്യേണ്ട അതിന് റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തിയാണ് ഗ്രാമിക എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ഇവരുടെ പ്രധാനമാണ് റവന്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതെങ്ങനെ കളക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് പണമായിട്ട്, ചില ആളുകളോട് പണമായിട്ട് കളക്ട് ചെയ്യുന്നു, ചില ആളുകൾ ഒരുപക്ഷെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളായിരിക്കാം,
അത് രാജ്യത്തിന് കൊടുക്കുന്നു, സ്റ്റേറ്റിന് കൊടുക്കുന്നു. അപ്പൊ രണ്ടിലും റവന്യൂ വാസ് കളക്റ്റഡ് ബോത്ത് ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ്. ഓക്കെ, അപ്പം അത് വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കണം. ഇനി ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ശതവാഹന റൂളേഴ്സ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ലാൻഡ് ഗ്രാൻഡ്സ് നൽകിയ വളരെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു ഈ ശതവാഹനാസ് എന്നുള്ളത് ഓർമ്മിക്കണം. ആർക്കായിരുന്നു ലാൻഡ് ഗ്രാൻഡ്സ് കൊടുത്തെന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ബ്രാഹ്മിൻസിന് കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മിൻസിന് വളരെയധികം രീതിയിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ വളരെ പ്രധാനമായിട്ടും ഡെക്കാനിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു കിങ്ഡമായ ശതവാഹനാസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്സിൽ വളരെ പ്രധാനമായിട്ടും എമേർജ് ചെയ്തിട്ടുള്ള ഒറീസയിലെയും അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഡെക്കാനിലെയും വളരെ പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ള റീജിയണൽ കിങ്ഡംസ് ഏതൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുകയായിരുന്നു. അപ്പം നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ആദ്യം കലിംഗയെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞു, ആ ഭരണാധികാരിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നൽകുന്ന ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞു. അത് ഹതികുംബ ഇൻസ്ക്രിപ്ഷനാണ്, ഖരവേലനാണ് രാജാവ്. ഇനി അതിനുശേഷം പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തു ശതവാഹനാസ് എന്നത്. ഏറ്റവും പ്രമുഖനായ റൂളർ ആരാണെന്ന് പറഞ്ഞു, അത് ഗൗതമപുത്ര ശതകർണിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക് യു.